ഹലോ, വെൽക്കം ടു പാർട്ട് 5. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്ലഡ്ജിങ് ഓഫ് ഷെയർസ് ബൈ പ്രൊമോട്ടേഴ്സ് എന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിക്കോസ് ഐ നീഡ് യുവർ മോട്ടിവേഷൻ. പിന്നെ ഈ വീഡിയോ സീരീസ് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ്? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിസിനസ് വളരണമെങ്കിൽ അതിന് അനിവാര്യമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? ഫണ്ട്സ്. കാശ് ഇറക്കിയാലേ കാശ് കിട്ടുള്ളൂ. ഒരു ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും സ്കെയിലബിൾ ആയിരിക്കും. നിങ്ങൾ ചുറ്റുള്ള എക്സാമ്പിൾസ് എടുത്ത് നോക്കിയോ, വലിയ വലിയ കമ്പനീസ്, അതായത് റിലയൻസ്, ടാറ്റ, L&T ഇതുപോലത്തെ കമ്പനീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു സെക്ടറിലായിരിക്കില്ല അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അവർ പല സെക്ടറിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അവരുടെ ബിസിനസ് എപ്പോഴും സ്കെയിലബിൾ ആക്കാൻ ശ്രമിക്കും. ഒരു സെക്ടറിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന ബിസിനസ്സില്ലേ, ഇപ്പം മലബാർ ഗോൾഡ്സ്, കല്യാൺ സിൽക്സ്, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു സ്ഥലത്താണ് അവരുടെ ഷോറൂം ഉള്ളത്. അവർ പല സ്ഥലങ്ങളിലേക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ ബിസിനസ്സിനെ അവർ സ്കെയിൽ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ബിസിനസ് സ്കെയിലബിൾ ആക്കണമെങ്കിൽ അത്രയും ഫണ്ട്സ് ആ ബിസിനസ്സിലേക്ക് എത്തണം. എങ്ങനെയാണ് ഒരു കമ്പനീൻ്റെ പ്രൊമോട്ടർ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ട്സ് കണ്ടെത്തുക? ഒന്നും അയാൾക്കൊരു നല്ലൊരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കാം, അല്ലേ? ഇപ്പം പേടിഎമ്മിൻ്റെ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു നല്ല ഉദാഹരണം ബൈജൂസ് എന്ന കമ്പനിക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഫേസ്ബുക്കിലെ മാർക്ക് സുക്കർബർഗ്, അദ്ദേഹത്തിൻ്റെ വൈഫും, പിന്നെ അതുപോലെ തന്നെ ടെൻസെൻറ്റ് വേൾഡ് ഫേമസ് കമ്പനിയാണ്. അറിയാത്തവരെ ഗൂഗിൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ്, അതായത് ഇത്തരത്തിലുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫേമിൻ്റെ ഉദ്ദേശം തന്നെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ സഹായിക്കുക. അതോടൊപ്പം അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു പങ്ക് ഇവരും എടുക്കും. അപ്പം ബിസിനസ്സാണ്, ബിസിനസ്സിൽ ചാരിറ്റി ഒന്നുമില്ല, അപ്പം പ്രോഫിറ്റാണ് എല്ലാവരും നോക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഐഡിയ ഉണ്ട്, അത് വർക്കൗട്ട് ആവും എന്നൊക്കെ തോന്നി നിങ്ങളൊരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ഐഡിയ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കമ്പനി പ്രൊമോട്ടേഴ്സിനെ കണ്ടുപിടിക്കാം. പിന്നെ എങ്ങനെയാണ് ഒരു കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ട് കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യുക. എന്തിനാണ് ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്? ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ വേറെന്താണ് ഒരു വഴി? കടം എടുക്കാം. നമ്മൾ പൈസക്ക് ആവശ്യം വരുമ്പോൾ കടം എടുക്കാറില്ലേ? നമ്മളുടെ അസറ്റ്സ് പണയം വെച്ച് നമ്മൾ കടം എടുക്കും, അല്ലേ? അസറ്റ്സ് എന്തൊക്കെയാവാം? നമ്മുടെ വീടാവാം, അല്ലെങ്കിൽ സ്ഥലമാവാം, സ്വർണ്ണമാവാം, ഇതൊക്കെ പണയം വെച്ച് നമ്മൾ കടം എടുക്കും. അതുപോലെ കമ്പനിക്കും അവരുടെ അസറ്റ്സ് പണയം വെച്ച് കടം എടുക്കാം. കമ്പനീൻ്റെ അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പനീൻ്റെ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ഇൻവെൻട്രി ആവാം. ഇനി ഇങ്ങനെ കടം എടുത്തും കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്തത് മതിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിന് വേറൊരു വഴിയിലൂടെ ഫണ്ട്സ് റേസ് ചെയ്യാം. അതായത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്. എന്താണ്? നമ്മൾ പാർട്ട് 3 പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഈ കാര്യം പറഞ്ഞതാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ കമ്പനീൻ്റെ ഷെയർസ് ഉണ്ടാവും. ആ ഷെയർസ് പണയം വെച്ച് പ്രൊമോട്ടേഴ്സിന് പണം കടമെടുക്കാം. എന്നിട്ട് അത് കമ്പനീൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. പ്രൊമോട്ടേഴ്സിന് വേണമെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനും അയാളുടെ ഷെയർസ് പണയം വെക്കാം. അത് അയാളുടെ അസറ്റാണ്. അപ്പോൾ അയാൾക്ക് തീരുമാനിക്കാം അത് പേഴ്സണൽ ആവശ്യത്തിന് പണയം വെക്കണോ അല്ല കമ്പനീൻ്റെ ആവശ്യത്തിന് പണയം വെക്കണോ. അപ്പം ഇങ്ങനെ അവസാനം ഒരു വഴിയില്ലാണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലഡ്ജിങ് ഓഫ് ഷെയർസ്. ഇനി പ്ലഡ്ജിങ് ഓഫ് ഷെയർസ് നല്ലതാണോ മോശമാണോ? ചിലപ്പോൾ കമ്പനീൻ്റെ ഷെയർസ് ഇനിയും വാങ്ങാൻ വേണ്ടിയിട്ട് പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർസ് പ്ലഡ്ജ് ചെയ്യാറുണ്ട്. അതായത് ഒരു കമ്പനി നാളെ വളരുമോ അല്ലെങ്കിൽ നാളെ തകരുമോ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ആൾ ആരായിരിക്കും? ആ കമ്പനീൻ്റെ പ്രൊമോട്ടറാണ്. അപ്പം അദ്ദേഹത്തിന് തോന്നുകയാണ് നാളെ എൻ്റെ കമ്പനി വളരും. കമ്പനി വളരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഷെയർ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ അയാൾക്ക് കുറച്ചുകൂടി ഷെയർസ് ഇപ്പോഴേ വാങ്ങി വെക്കണമെന്നുണ്ട്. ഇപ്പോൾ അയാൾക്ക് അതിൻ്റെ പൈസ ഇല്ല. അപ്പോൾ അയാൾ കുറച്ച് ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ട് കാശുണ്ടാക്കി ഇയാളുടെ കമ്പനീൻ്റെ ഷെയർസ് വാങ്ങി. നാളെ കമ്പനി വളരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഈ പ്ലഡ്ജ് ചെയ്ത ഷെയർസ് തിരിച്ചെടുക്കും. അപ്പോൾ ഇയാളുടെ കയ്യിലുള്ള ഷെയർ ഹോൾഡിംഗ് കൂടും. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു സൈനാണ്. കാരണം പ്രൊമോട്ടർക്ക് ആ കമ്പനിയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ട് കൂടുതൽ ഷെയർസ് വാങ്ങുന്നത്. ആ സിറ്റുവേഷനിൽ നമ്മൾ അത്ര പേടിക്കാനില്ല. അത് നല്ലൊരു സൈനായിട്ട് വേണം നമ്മൾ കരുതാൻ. പക്ഷേ ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊമോട്ടേഴ്സ് ഷെയർസ് പ്ലഡ്ജ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊന്ന് പേടിക്കണം. കാരണം ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു അവസാനത്തെ സ്റ്റെപ്പാണ് ഈ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അതൊരു നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ് വളരെ റിസ്ക് നിറഞ്ഞൊരു പരിപാടിയാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് 1 പവൻ സ്വർണ്ണമുണ്ട്. ഞാനത് പണയം വെക്കാൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യാണ്. അന്നേരം മാർക്കറ്റ് പ്രൈസിൽ 1 പവൻ സ്വർണ്ണത്തിൻ്റെ വില 30,000 രൂപയാണ്. ബാങ്ക് എനിക്ക് 30,000 രൂപയാണോ തരിക? ഒരിക്കലുമല്ല. 30,000-ൽ കുറവാണ് ബാങ്ക് തരിക, അല്ലേ? ബാങ്ക് എപ്പോഴും ഒരു മാർജിൻ വെക്കും.
അതേപോലെ പ്രൊമോട്ടേഴ്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ 100 രൂപ വിലയുള്ള ഒരു ഷെയർ, അങ്ങനെ 1000 ഷെയർസ് അയാൾ എടുത്തു. ആ 1000 ഷെയർസ് ടോട്ടൽ എത്രയാണ്? 1,00,000 രൂപ. 1,00,000 രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. 1,00,000 രൂപയൊന്നും ഒരു പ്രൊമോട്ടർ വാങ്ങില്ല, കോടിക്കണക്കിന് രൂപയാണ് ബാങ്കിൽ പണയം വെച്ച് വാങ്ങുക. ഒരു എക്സാമ്പിൾ ഞാൻ 1,00,000 എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 1,00,000 രൂപയുടെ ഷെയർസ് ബാങ്കിന് കൊടുക്കുമ്പോൾ ബാങ്ക് എത്രയായിരിക്കും കടമായിട്ട് കൊടുക്കുക? ഒരിക്കലും 1,00,000 കൊടുക്കില്ല. ബാങ്ക് ഒരു 80,000 എങ്ങാനും കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ ഷെയർസ് പ്ലഡ്ജ് ചെയ്തു എന്ന് അറിയുമ്പോൾ തന്നെ, ന്യൂസൊക്കെ വരുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഈ കമ്പനീൻ്റെ ഷെയർ പ്രൈസ് താഴോട്ടേക്ക് പോകും. ഇനി ഇത് താഴോട്ട് പോയി സപ്പോസ് ഒരു 50 രൂപയിൽ എത്തിയെന്ന് വിചാരിച്ചോ. ഈ മാർജിൻ്റെ ഉള്ളിൽ പെടുവാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് രക്ഷപ്പെട്ടു. പക്ഷേ ഷെയർ പ്രൈസ് താഴോട്ടേക്ക് പോയി ഒരു 50 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിൻ്റെ അടുത്തുള്ള സെക്യൂരിറ്റി എത്രയാണുള്ളത്? 50,000 രൂപ. പക്ഷെ ബാങ്ക് എത്രയാണ് കടം കൊടുത്തിട്ടുള്ളത്? 80,000 രൂപ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് കൈയും കെട്ടി മിണ്ടാണ്ടിരിക്കുമോ? ഒരിക്കലില്ല. ബാങ്ക് പ്രൊമോട്ടേഴ്സിനെ വിളിച്ചിട്ട് പറയും, ഒന്നെങ്കിൽ എനിക്ക് എക്സ്ട്രാ പൈസ തരണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഷെയർസ് തരണം. ഈ കാശില്ലാത്തത് കൊണ്ടല്ലേ പ്രൊമോട്ടേഴ്സ് ഷെയർസ് പ്ലഡ്ജ് ചെയ്തത്. അപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും? കുറച്ചുകൂടെ ഷെയർസ് ബാങ്കിന് കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും ന്യൂസ് വന്നു, മാർക്കറ്റ് പ്രൈസ് താഴോട്ടേക്ക് പോവും, വീണ്ടും പ്രൊമോട്ടേഴ്സ് സമ്മർദ്ദത്തിലാവും. പിന്നെയും ബാങ്ക് വിളിക്കും, പിന്നെയും ഷെയർസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥ നമ്മുടെ പ്രൊമോട്ടേഴ്സിന് വരും. വേസ്റ്റ് കേസിൽ എന്താണ് സംഭവിക്കുക? ഈ ബാങ്ക് മൊത്തം ഷെയർസ് ഉള്ള കിട്ടിയ മൊത്തം ഷെയർസ് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കും. അപ്പം ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസ് മൊത്തം പ്രൊമോട്ടേഴ്സിന് നഷ്ടമാവും. ഈ ബാങ്ക് ഷെയർസ് മൊത്തം വിൽക്കുന്നു എന്ന ന്യൂസ് വരുമ്പോൾ തന്നെ ഷെയർ പ്രൈസ് താഴോട്ടേക്ക് പോകും. കാരണം പ്രൊമോട്ടേഴ്സ് 1-2 ഷെയർസ് അല്ല ബാങ്കിന് പണയം വെക്കുക. അപ്പോൾ അത്രയും ഷെയർസ് ബാങ്കിൻ്റെ അടുത്തുണ്ടാവും. ആ ഷെയർസ് മൊത്തം ബാങ്ക് വിൽക്കുകയാണെങ്കിൽ സപ്ലൈ കൂടും, ഡിമാൻഡ് കുറയും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തീർന്നു. അപ്പോൾ ഇത് വളരെ റിസ്ക് നിറഞ്ഞ പരിപാടി ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? moneycontrol.comലോ അല്ലെങ്കിൽ NSEൻ്റെയോ BSEൻ്റെയോ സൈറ്റിൽ പോയിട്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ആ സെക്ഷനിൽ പോയി നോക്കുക, എത്ര ശതമാനം പ്രൊമോട്ടേഴ്സ് ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഷെയർസ് കൂടുന്നോ അത്രയും പ്രൊമോട്ടേഴ്സിന് ആ കമ്പനിയിൽ വിശ്വാസമുണ്ട്. അപ്പം അത് നല്ലൊരു സൈനായിട്ട് വേണം നമ്മൾ കാണാൻ. പക്ഷേ ആ മൊത്തം ഷെയർസിൽ എത്ര ശതമാനം പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമ്മൾ നോക്കണം. ഒരു 50% കൂടുതൽ പ്രൊമോട്ടേഴ്സ് ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസ് നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ അടുത്ത് 100 പവനുണ്ട്, ആ 100 പവൻ ഞാൻ കൊണ്ടുപോയി പണയം വെച്ചു, എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ അടുത്ത് 100 പവനുണ്ട്, വല്ല കാര്യമുണ്ടോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർസ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ചെക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും നിങ്ങൾ പ്രൊമോട്ടേഴ്സ് ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കൊക്കെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അത് എങ്ങനെ നോക്കി കാണണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ പ്ലഡ്ജിങ് ഓഫ് ഷെയർസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.